ഹലോ. അപ്പം ഇന്ന് നടക്കാൻ പോകുന്ന IPL മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് KKR എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത് നമ്മുടെ കാമറൂൺ ഗ്രീനെ ആയിരിക്കും. പുള്ളിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തുകയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് KKR ടീമിൽ എടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ച് പറയുവാണെങ്കിൽ ഇന്നത്തെ കളി ഏറ്റവും കൂടുതൽ ഫ്ലോപ്പായി പോകാനുള്ള ഒരാൾ എനിക്ക് തോന്നുന്നത് കാമറൂൺ ഗ്രീൻ തന്നെയായിരിക്കും. ഒന്ന്, പുള്ളി എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പുള്ളി ഒരിക്കലും ഒരു T20ക്ക് പറ്റിയൊരു പ്ലെയർ അല്ല. പുള്ളി ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ വൺ ഡേയിൽ നല്ലൊരു മികച്ച ഓൾറൗണ്ടറാണ്. പക്ഷേ T20യിൽ പുള്ളിക്ക് അത്രയൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഒരു ഓവർ റേറ്റഡ് ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ പുള്ളിക്ക് ഇവർ കൊടുത്തേക്കുന്ന ഒരു വാല്യൂ ഭയങ്കര ഓവർ റേറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ രണ്ടാമതായിട്ട് പ്രതീക്ഷയ്ക്കത്ത് ഉയരുകയില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്ന വേറൊരു താരം എന്ന് പറയുന്നത് നമ്മുടെ സുനിൽ നരേനായിരിക്കും. പുള്ളി മികച്ച എക്കോണമി റേറ്റിൽ ബോൾ ചെയ്യും, പക്ഷേ വിക്കറ്റുകൾ വീഴത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മാക്സിമം ഒരു വിക്കറ്റ്, അതൊക്കെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ കളിയിൽ. പുള്ളി ബാറ്റിംഗ് ഓപ്പണിംഗ് ആണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ മോശം പ്രകടനമായിരിക്കും ഉണ്ടാകുക. കാരണം ഇങ്ങേ സൈഡിൽ ട്രെൻഡ് ബോൾട്ടും ദീപക് ചഹറും ബോളിംഗ് ഓപ്പൺ ചെയ്യുക. അപ്പം സ്വിങ് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ നല്ലൊരു സ്വിങ്ങാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സുനിൽ നരേന് ആദ്യത്തെ ഒരു 2-3 ഓവർ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം പുള്ളി ചുമ്മാ കണ്ണും പൂട്ടി വീശാൻ തുടങ്ങും. അപ്പം അത് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തുറക്കാൻ പോകുന്നത്. പിന്നെ വേറൊരാളെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷയുടെ അമിതഭാരം എന്നൊക്കെ പറയുന്ന പോലെ ഫിൻ അലൻ, പുള്ളിയാണ് ഓപ്പണിംഗ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെഞ്ചുറിയൊക്കെ അടിച്ച് നല്ലൊരു ഫോമിൽ തന്നെയാണ് പുള്ളി നിൽക്കുന്നത്. അപ്പം പുള്ളിക്കും ഒത്തിരി ഒരു പ്രതീക്ഷകളാണ് ടീമിൽ നിന്ന് വരാൻ പോകുന്നത് ഓപ്പണിംഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പം ആ ഒരു ഫിൻ അലൻ്റെ ഒരു പ്രകടനവും വളരെ ഫസ്റ്റ് 1-2 കളി അത്ര ഒരു മികച്ചൊരു പ്രകടനം എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഇന്നത്തെ കളി നോക്കാം. കളി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.